സത്യസന്ധമായ ഒരു കാര്യം ഞാൻ ആദ്യം പറയാലോ, ഈ ഒരു സിനിമ സത്യം തന്നെ കാണാൻ എനിക്ക് ഒരു രീതിയിൽ തന്നെ താല്പര്യമില്ലായിരുന്നു. പിന്നെ ചുമ്മാ ഇരുന്ന് ബോറടിച്ചപ്പോൾ നെറ്റ്ഫ്ലിക്സിങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത് ഡാംസൽ റിലീസായി എന്നുള്ളൊരു കാര്യം തന്നെ. അപ്പോൾ ഞാൻ പിന്നെ വിചാരിച്ചു ഓക്കെ എന്നാൽ ചുമ്മാ ഇരിക്കുകയാണ്, പടം എന്താണെങ്കിൽ 2 മണിക്കൂറിൽ താഴെയുള്ളൂ, കണ്ടു കളയാ എന്ന് പറഞ്ഞാണ് സത്യം പറഞ്ഞ് ഞാൻ ഈ സിനിമ കണ്ടത്. ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നത് നെറ്റ്ഫ്ലിക്സുകാർ റെഡി ഓർ നോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിനിമ കണ്ടിരുന്നപ്പോഴേ അവർക്ക് തോന്നിയായിരുന്നു ഈ സെയിം സിനാറിയോ നമ്മൾ എടുത്തിട്ടൊരു ഫെയറി ടെയിലും അത് കൂടാതെ അതിനകത്തൊരു ഡ്രാഗണയും കൂടി ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെയുണ്ടാവും. അതാണ് നമുക്ക് സത്യം പറഞ്ഞിട്ട് ഡാംസൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിനിമയ്ക്കകത്ത് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. സോ എല്ലാ കൂട്ടുകാർക്കും വെക്സ് എൻ്റർടൈൻമെൻറ്റിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ഹരികൃഷ്ണൻ. ഇന്ന് നമ്മളിവിടെ റിവ്യൂ ചെയ്യാൻ പോകുന്ന നെറ്റ്ഫ്ലിക്സിൻ്റെ ഏറ്റവും പുതിയ സിനിമയായിട്ടുള്ള ഡാൻസർ. സോ ഈ ഒരു സിനിമ നിങ്ങൾ ആക്ച്വലി കാണാൻ പോകണമെങ്കിൽ നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ 2 കാര്യങ്ങളുണ്ടാവും. ഒന്ന്, എന്നെ പോലെ തന്നെ നിങ്ങൾ ബോറടിച്ചിരിക്കുമ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് കാണണം, അല്ലെങ്കിൽ നിങ്ങൾ ഫുഡൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ട് എന്നെ പോലെ തന്നെ ആഹാരം കഴിക്കുമ്പോഴത്തേക്കും സിനിമ, സീരീസ് അതേപോലത്തെ സാധനങ്ങൾ കാണാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിയാണെങ്കിൽ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്തെങ്കിലും കാണണമെന്ന് ഇങ്ങനെ വിചാരിച്ചിരുന്ന് ബോറടിച്ചിരുന്നപ്പോൾ നിങ്ങൾ കണ്ടു, നിങ്ങൾ കാണുന്നു. അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്നൊരു കാര്യം തന്നെയാണ്. സ്ട്രേഞ്ചർ തിങ്സ് ഫാൻസിൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള മിലി ബോബി ബ്രൗണിൻ്റെ സിനിമ തന്നെയാണിത്. സോ ഒബ്വിയസ്ലി എനിക്കും ഭയങ്കര ഇഷ്ടം തന്നെയാണ് പുള്ളിക്കാരിയെ. സോ അതുകൊണ്ട് തന്നെ അത് മറ്റൊരു റീസണായിട്ട് നമുക്ക് എന്താണെങ്കിലും കൺസിഡർ ചെയ്യാം. പിന്നെ എടുത്തു വേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമ നല്ല രീതിയിൽ തന്നെ ഒരു ഗേൾ പവർ എന്തായാലും അവർ നമ്മളെ കാണിച്ചു തന്നിട്ടുണ്ട്. ത്രൂ ഔട്ട് ആ ഒരു സിനിമ കാണുമ്പോൾ തന്നെ നമുക്ക് എന്താണെങ്കിലും മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം തന്നെയാണ്. എന്നിരുന്നാലും മിലി ബോബി ബ്രൗണിൻ്റെ ഒരു കിഡിലം പെർഫോമൻസ് ആണ് ഇതിനകത്ത് കണ്ടതെന്നൊന്നും നമുക്ക് എന്താണെങ്കിലും പറയാൻ സാധിക്കില്ല. എനിക്കത് തോന്നിയിട്ടുണ്ടായിരുന്നത് എനോള ഹോംസ് എന്ന് പറഞ്ഞ ആ ഒരു സിനിമയ്ക്കകത്ത് തന്നെയായിരുന്നു. അതിന് നമുക്ക് 2 പടങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ആ ഒരു ഫ്രാഞ്ചൈസിയിൽ തന്നെ. കാരണം സ്ട്രേഞ്ചർ തിങ്സ് കഴിഞ്ഞിട്ട് പുള്ളിക്കാരി ഫേമസ് ആയിട്ടുണ്ടായിരുന്ന ആ ഒരു ഫ്രാഞ്ചൈസി ആയിട്ടാണ് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുണ്ട്. സോ എനോള ഹോംസ് വെച്ചിട്ട് നമ്മൾ ഇതിനെ കമ്പയർ ചെയ്യുവാണെങ്കിൽ അതിൻ്റെ അത്രയൊന്നും എന്താണ് ഈ സിനിമ എത്തിയിട്ടില്ല. പക്ഷേ ഇതിൽ തികച്ചൊരു മോശം പടവും നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ബോറടിച്ചിരിക്കുമ്പോഴത്തേ നിങ്ങൾക്ക് ചുമ്മാ എന്തെങ്കിലും ഒരു സിനിമ നിങ്ങൾക്ക് കാണാം. അതുകൂടാതെ തന്നെ മിലി ബോബി ബ്രൗൺ നിങ്ങളുടെ ആക്ച്വലി ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ആക്ട്രസ് ആണെങ്കിൽ കൂടി തന്നെ നിങ്ങൾക്ക് എന്താണെങ്കിലും എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അത്യാവശ്യം ഒത്തിരിയധികം രീതിയിലുള്ള എന്താ പറയേണ്ട കാര്യങ്ങൾ നമുക്ക് ഈ ഒരു സിനിമയ്ക്കകത്ത് നിന്ന് ലഭിക്കുന്നുണ്ട്. സോ ഇനി നമുക്ക് സ്പോയിലർ ഫ്രീ ആയിട്ട് നമുക്ക് ഈ ഒരു സിനിമയുടെ പ്ലോട്ടിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫെയറി ടെയിലാണ് നമ്മളെ സിനിമയുടെ സ്റ്റാർട്ടിങ്ങിൽ അവർ നമ്മളെ കാണിച്ചു തന്നേക്കണം. അതായത് എനോള ഹോംസ് അല്ലല്ലോ, മിലി ബോബി ബ്രൗണ് സത്യമനെ കല്യാണം കഴിച്ചിട്ട് ഈ ഒരു കൊട്ടാരത്തിലേക്ക് വരുന്നു. ആൻഡ് അവിടെ അവർക്ക് കുറച്ചധികം കസ്റ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആൻഡ് അത് കഴിഞ്ഞിട്ടാണ് അവർ മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ ഒരു മാരേജ് അവർ ചെയ്തിട്ടുണ്ടായിരുന്ന ഈ ഒരു ഡ്രാഗണ് ഇവളെ കൊടുത്ത് സാക്രിഫൈസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു എന്നുള്ളൊരു കാര്യം. അവിടെ മുതലാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു സിനിമയുടെ സർവൈവൽ പാർട്ട് സ്റ്റാർട്ട് ചെയ്യാൻ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ആൻഡ് ഈ ഒരു സിനിമ ചെയ്തിട്ടുള്ള ഏറ്റവും കിടിലനായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ സിനിമയ്ക്കകത്തുള്ള VFXും CGയും പോളിയായിട്ട് അവർക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഫിലിമിൻ്റെ സ്റ്റാർട്ടിങ്ങിനകത്ത് അവർ കാണിക്കുന്ന ലാൻഡ്സ്കേപ്പ്, വിഷ്വൽസ്, കോസ്റ്റ്യൂം, എസ്പെഷ്യലി എടുത്ത് പറയുന്ന ഡ്രാഗൻ്റെ CGI എൻ്റെ പൊന്ന് പൊളിയായിട്ട് അവർക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതെടുത്ത് പറയേണ്ട കാര്യമായിട്ട് തന്നെയാണ് എനിക്ക് പേഴ്സണലി ഇതിനകത്ത് തോന്നിയിട്ടുണ്ടായിരുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഇവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്ന മാക്സിമം ബഡ്ജറ്റ് അവർ എവിടെ കൊണ്ടേ ഉപയോഗിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെന്താണെങ്കിൽ നമുക്ക് വിഷ്വൽസിനകത്ത് നമുക്ക് എന്താണെങ്കിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഇതൊരു എവിടെ ഉപയോഗിക്കേണ്ടിയിരുന്നതെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ സ്ക്രിപ്റ്റിനകത്ത് തന്നെയായിരുന്നു. കാരണം സ്ക്രിപ്റ്റ് കുറച്ചും കൂടി നന്നായിട്ട് അവർക്ക് എഴുതാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു പടം കുറച്ചും കൂടി നല്ലൊരു എല്ലാവർക്കും എനിക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്നൊരു പടമായിട്ട് എനിക്ക് തോന്നിയേനെ. കാരണം എന്ന് പറയുക ഒരു സ്ക്രിപ്റ്റ് കുറച്ചും കൂടി അവർക്ക് നന്നാക്കി അവർ ചെയ്യേണ്ടത് തന്നെയായിരുന്നു. ആ സിനിമ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താണ് ഈ ഒരു സിനിമയ്ക്കകത്തുള്ള ഇഷ്യൂ എന്നുള്ളൊരു കാര്യം തന്നെ. പിന്നെ അവർ സൂപ്പറായിട്ട് ചെയ്തിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമയ്ക്കകത്ത് അവർ കാണിച്ചിട്ടുള്ള എന്താ പറയണ്ട ബ്രൂട്ടാലിറ്റിയും അതുകൂടാതെ വയലൻസ് ആൻഡ് ഗോറും കാര്യങ്ങളെല്ലാം തന്നെ. കാരണം എന്ന് പറഞ്ഞാൽ ഒരു രീതിയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കിഡിലനായിട്ടുള്ളൊരു റേറ്റിംഗ് തന്നെയാണ് അവർക്ക് ഈ ഒരു സിനിമയ്ക്കകത്ത് കൊടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ നിങ്ങളോട് ആദ്യം പറഞ്ഞ റെഡി ഓർ നോട്ട് എന്ന് പറഞ്ഞ സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ഫെമിലിയായിട്ട് നിങ്ങൾക്ക് തോന്നും ഈ ഒരു സിനിമയായിട്ട് തന്നെ. കാരണം തന്നെ ആ ഒരു സിനിമ നല്ല രീതിയിൽ തന്നെ ബ്രൂട്ടലായിട്ടുള്ളൊരു സിനിമ തന്നെയായിരുന്നു. ഈ ഒരു സിനിമയും അതേപോലത്തെ സിനിമ തന്നെയാണ്. സോ ഇത് തന്നെയാണ് ഈ ഒരു സിനിമയുടെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിൻ്റ് ആയിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. പിന്നെ ഒബ്വിയസ്ലി മിലി ബോബി ബ്രൗഡ് പുള്ളിക്കാരി ഞാൻ പറഞ്ഞു അത്രയും കിടിലം പെർഫോമൻസ് ഒന്നും അല്ല ചെയ്തിട്ടുള്ളത്. പക്ഷെ എന്നാലും പുള്ളിക്കാരിക്ക് വേണ്ടി നമുക്ക് ഈ ഒരു സിനിമ കാണാം. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഡ്രാഗനെയും മിത്തിക്കൽ ക്രീച്ചേഴ്സിനെയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണ്. ഈ ഡ്രാഗനായിട്ട് എങ്ങനെ സർവൈവ് ചെയ്യാന്നുള്ളൊരു കാര്യം നമുക്ക് ഈ ഒരു സിനിമയ്ക്കകത്ത് കാണാൻ സാധിക്കുന്നത് തന്നെയാണ്. ഓവറോൾ ഞാൻ നിങ്ങളോട് ഓരോരുത്തരോട് ഞാൻ ഇത്രേ പറയുള്ളൂ, അത്രയ്ക്കും ടൈം ഇൻവെസ്റ്റ് ചെയ്തിരുന്ന് കാണാൻ വേണ്ടിയിട്ടുള്ളൊരു സിനിമ ഉണ്ടെന്നൊന്നും ഒരിക്കലും ഡാംസൽ കണ്ടിരുന്നപ്പോൾ എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയില്ല. നിങ്ങൾ ചുമ്മാ ഇങ്ങനെ ഇരുന്ന് ചില്ലൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സിനിമ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് ഡാംസൽ നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്ത് നോക്കാവുന്നത് തന്നെയായിട്ടാണ് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളത് തന്നെ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു സിനിമയുടെ റേറ്റിംഗ് എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് 5 ഔട്ട് ഓഫ് 10 എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഒരു പ്രാവശ്യം നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ കാണാവുന്നൊരു സിനിമയായിട്ട് എനിക്ക് തോന്നി. പിന്നെ സ്ട്രേഞ്ചർ തിങ്സ് ഫാൻസ് ഈ ഒരു സിനിമ കാണുമ്പോഴത്തേ നിങ്ങൾക്ക് ഒരിക്കലും എന്താ പറയേണ്ടത് നിങ്ങളെ ഡിസപ്പോയിൻമെൻറ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു കാര്യം ഉണ്ടായിട്ട് എനിക്ക് തോന്നിയില്ല. ഏറ്റവും പ്രോബ്ലം എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ സ്ക്രിപ്റ്റിൽ തന്നെയായിരുന്നു.
ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവർ വിഷ്വൽസ് ആണ് കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു നെറ്റ്ഫ്ലിക്സ് സിനിമയിനേക്കാളും ഉപരി നമ്മളൊരു ഫീച്ചേർഡ് ഫിലിം തിയേറ്ററിൽ പോയി കാണുമ്പോൾ ആ ഒരു ബഡ്ജറ്റിൽ അത് നമുക്ക് എന്താണ് നമുക്ക് ഈ ഒരു സിനിമയ്ക്കകത്ത് നമുക്ക് ഇതിൻ്റെ വിഷ്വൽസും സി ജിയിൽ കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. സോ ഓവറോൾ ഇത് തന്നെയാണ് എനിക്ക് നിങ്ങളോട് ഡാംസൽ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സിനിമയെക്കുറിച്ച് എനിക്ക് നിങ്ങളായിട്ട് പങ്കുവയ്ക്കാനുള്ള ഒരു കാര്യം. നിങ്ങൾ ഈ ഒരു സിനിമ കണ്ടിട്ടുണ്ടോ? നിങ്ങളുടെ ഫേവറേറ്റ് മിലി ബോബി ബ്രൗണിൻ്റെ സിനിമ ഏതാ എന്നുള്ള കാര്യങ്ങളെല്ലാം താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്ന തന്നെയാണ്. എന്നോട് ചോദിക്കണേ അത് ഞാൻ ഇപ്പോഴും പറയും എന്നോൾ അറ്റ് ഹോംസ് തന്നെ ഞാൻ പറയുള്ളൂ. കാരണം അത് സൂപ്പറായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഹെൻറി കാവൽ ഹെൻറി കാവൽ. ഓക്കെ, സോ വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഗൈസ് സ്റ്റേ സേഫ്, ഗൈസ് സ്റ്റേ awesome. See you guys next episode.